എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറിലേക്ക് സ്വാഗതം. പൂയം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലത്തെ വിഷുഫലം എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലത്തെ വിഷുഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Ace of Pentacles, 8 of Wands, 7 of Wands, High Priestess, Hanged Man, the World card. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ഹാങ്ഡ് മാൻ എനർജി സിറ്റുവേഷൻസ് ആണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ. സാമ്പത്തിക പ്രതിസന്ധികൾ നിലനിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്ന ഇതൊരു ഇപ്പോൾ ലിംബോ എനർജി, അതായത് സ്റ്റക്കായിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു ഡിസിഷന് വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, പക്ഷെ നിങ്ങൾ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ജീവിതത്തിൽ എന്തോ ഒരു ആസ്പെക്ട്സ് സ്റ്റക്കാണ്. അപ്പോൾ അതൊരു തീരുമാനമായിരിക്കും, ഒരു സാഹചര്യമായിരിക്കും, ഒരു റിലേഷൻഷിപ്പിലും ആവാം, ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പ്രണയിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങൾ പ്രണയിക്കുന്ന ആളൊരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നില്ല, തുറന്ന് പറയുന്നില്ല. അതേ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രണയത്തിലായിട്ടുള്ളവരാണെങ്കിൽ അത് വരട്ടെ, നോക്കട്ടെ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നീക്കി പോവും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർക്ക് ചിലപ്പോൾ വിവാഹം താല്പര്യം ഉണ്ടാവില്ല, ലിവിങ് ടുഗെദർ ആയിരിക്കും. അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് കൊണ്ടിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു നിങ്ങൾക്കൊരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഒരു കൺട്രോൾ ജീവിതത്തിൽ ഇല്ലാത്തൊരു ഫീലിംഗ് ആണ് വളരെയധികം. അതുകൊണ്ട് നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്. അത് ആലോചിച്ച് തീരുമാനിക്കേണ്ടുന്ന സിറ്റുവേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ നിങ്ങൾ ആലോചിച്ചെടുക്കേണ്ടുന്ന ഒരു സമയമാണ്. ഒരു വെയിറ്റിംഗ് പീരീഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും റിസൾട്ട് വരാൻ വെയിറ്റ് ചെയ്യുന്നതോ കാര്യങ്ങളൊക്കെ. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്ത സിറ്റുവേഷനിൽ വെയിറ്റ് ചെയ്യാതെ പേഷ്യൻ്റായിട്ട് നിൽക്കുക തന്നെയാണ് വേണ്ടത് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ പറയാൻ ഇപ്പോൾ പെൻഡിക്കിൾ എനർജി സിറ്റുവേഷനായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ അടുത്തിടയ്ക്ക് സ്റ്റക്കായിട്ട് നിന്നിരുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ പല കാര്യങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ പതുക്കെ മാറുന്നുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ സ്റ്റക്കായിട്ട് നിന്ന് നിങ്ങളിലേക്ക് വരാനിരുന്ന സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. പ്രൊമോഷൻ ആയിരിക്കാം, ശമ്പള വർധനവ് കാര്യങ്ങളൊക്കെ ഇതുവരെ ശ്രമിച്ചിട്ട് നടക്കാതെ പോയ കാര്യങ്ങൾക്ക് ഈ വർഷം നിങ്ങളുടെ ശ്രമഫലമായിട്ട് അത് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തോ ഫിനാൻഷ്യൽ റിവാർഡ്സ് കിട്ടുന്നുണ്ട്, ഗിഫ്റ്റ് കാര്യങ്ങൾ. അതേപോലെ തന്നെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് നേട്ടം തരുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ സാമ്പത്തികം കൊണ്ടിട്ട് നേടാൻ കഴിയുന്ന കാര്യങ്ങൾ നേടുന്നു എന്നുള്ളതുമുണ്ട്. അപ്പോൾ ഒരു വീട് വാങ്ങിക്കുന്നതോ വയ്ക്കുന്നതോ ആവാം, പുതിയ പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നൊരു സിറ്റുവേഷൻ ആവാം. ജീവിതത്തിനൊരു സ്ഥിരതയും സംതൃപ്തിയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം എന്നാണ്. നിങ്ങളുടെ സാമ്പത്തികം ഇപ്പോൾ കയ്യിലുള്ളത് മാക്സിമൈസ് ചെയ്യാൻ, അത് ഇരട്ടിപ്പിക്കാനുള്ള ഒരു സാഹചര്യം കാര്യങ്ങളും. ഫിനാൻഷ്യൽ ഡിസിഷൻസ് വളരെയധികം ബുദ്ധിപൂർവ്വം നിങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ബുദ്ധിപൂർവ്വമായിട്ട് ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കുന്നു എന്നത് കൊണ്ട് തന്നെ നിങ്ങൾ പല കാര്യങ്ങളും വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ നടത്താനും സാമ്പത്തികമായിട്ട് ഒത്തിരി മുന്നേറാനും സാധിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇത് ഫോൺസ് ആൻഡ് ഹൈ പ്രീസ്റ്റസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ, 8 ഫോൺസ് എനർജി വളരെയധികം നല്ലൊരു അച്ചീവ്മെൻറ്റ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ യാത്ര എന്ന് പറയുമ്പോൾ ഫ്ലൈറ്റ് യാത്രയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഫാസ്റ്റ് ആയിട്ടുള്ളൊരു യാത്രയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നേരത്തെ സ്റ്റക്ക് എനർജി ആയിട്ട് ഉണ്ടായിരുന്ന പല കാര്യങ്ങളും മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ, ഇതിനു മുമ്പത്തെ വർഷം നിങ്ങൾ സ്റ്റക്കായി നിന്നിരുന്നതെല്ലാം പതുക്കെ കെട്ടിപ്പൂട്ടി വച്ച പല കാര്യങ്ങളും നിങ്ങൾ തുറന്ന് വീണ്ടും പുനർസൃഷ്ടിക്കുന്നു. അത് നല്ല രീതിയിൽ പോകുന്നു എന്നുള്ളത് കൂടിയാണ് സൂചിപ്പിക്കുന്നത്. ഡിലേസ് ഒക്കെ തീർന്നു, ഇനി ആക്ഷനാണെല്ലാം. ഇപ്പോൾ പുതിയ പ്രോജക്ട്സ്, ട്രാവൽ പ്ലാൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ വിദേശത്തേക്കൊക്കെ യാത്ര ചെയ്യാനുള്ള അവസരം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഒത്തിരി തിരക്കുള്ളൊരു സമയമായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു ഇമെയിൽസ്, മെസ്സേജസ്, സംസാരങ്ങൾ, ഫോൺ കോൾസ്, ഇങ്ങോട്ടേക്കും സോഷ്യൽ എൻഗേജ്മെൻറ്റ്സ് ഒത്തിരി ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഒത്തിരി ഡിമാൻഡിലായിരിക്കും. നിങ്ങളിപ്പോൾ ജോലിയിലാണെങ്കിലും അതേ ഫാമിലിയിലാണെങ്കിലും എന്തിനും ഏതിനും നിങ്ങൾ വേണ്ടി വരും എന്നുള്ളൊരു സാഹചര്യം. ഇപ്പോൾ ഫാമിലിയിലാണെങ്കിൽ എല്ലാത്തിനും നിങ്ങൾ വേണം, ഇപ്പോൾ ജോലിയിലാണെങ്കിലും എന്തും ഏതിനും നിങ്ങൾ വേണം എന്നുള്ളൊരു ചിന്തയാണ്.
അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും യെസ് പറയുന്നതിന് മുമ്പ് വ്യക്തമായിട്ട് ആലോചിച്ചിട്ട് യെസ് പറയുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാര്യം. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മനസ്സമാധാനവും സ്വസ്ഥതയുള്ള ഒരു സമയമാണ്. പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി അലച്ചിൽ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇതുവരെ ഒത്തിരി അലച്ചിലായിരിക്കും. ചില ആളുകൾ റിട്ടയർ ആവുന്നുണ്ടാവും. അപ്പോൾ കുറച്ചൊന്ന് റിട്ടയർമെൻറ്റ് സമാധാനവും സ്വസ്ഥമായിട്ടിരിക്കും. മാത്രമല്ല റിട്ടയർമെൻറ്റ് ആസ്വദിക്കാൻ പറ്റുന്ന സമയമാണ്. ആ സമയത്ത് യാത്രകൾ, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, സോഷ്യൽ എൻഗേജ്മെൻറ്റ്സ് ഇതൊക്കെ കാണിക്കുന്നു. വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുകയല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും. യാത്രകളും ഇഷ്ടമുള്ള കാര്യങ്ങൾ കേട്ടോ. അതായത് വീട്ടിലെ പണിയെടുത്ത് ക്ഷീണിക്കുക എന്നുള്ളതല്ല, ഇഷ്ടമുള്ള കാര്യങ്ങൾ, യാത്രകൾ, എന്തെങ്കിലും സംഘടനയോടെയോ എന്തെങ്കിലുമൊക്കെ ഭാഗമായിട്ട് NGO അല്ലെങ്കിൽ എന്തെങ്കിലും സോഷ്യൽ സർവീസ്, അതുപോലെ പലതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പലരെയും കാണുക, പലരോടും സംസാരിക്കുക, പുതിയ ബന്ധങ്ങൾ, ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നവരൊക്കെ നല്ല നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്നു. ചില ആളുകളെ സംബന്ധിച്ച് ഫാമിലിയിലുള്ള മറ്റുള്ളവരുടെ മുമ്പിൽ ഇത്രയും വലിയ ആളുകളൊക്കെ പരിചയമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ അടുത്തറിയാമെന്നൊക്കെ അറിയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ ഉള്ള എന്തെങ്കിലും ആഘോഷങ്ങളുടെ ഇടയിലൊക്കെ നിങ്ങളെ ഇന്ന ആൾക്ക് പരിചയമുണ്ടെന്ന് അവരൊക്കെ നിങ്ങൾക്കൊരു അഭിമാനം നൽകുന്ന ഒരു മുഹൂർത്തം. നിങ്ങളെ അധികം വില വയ്ക്കാത്ത ആളുകളുടെ മുമ്പിൽ നിങ്ങളെ ഇത്രയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില കഴിവുകളുണ്ടെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകളായിട്ട് പരിചയമുണ്ടെന്നൊക്കെ അറിയുന്നത് ഒത്തിരി നിങ്ങൾക്ക് അഭിമാനം നൽകുന്ന, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കുശുമ്പൊക്കെ തോന്നാവുന്ന സാഹചര്യമാണ്. അപ്പോൾ അതൊന്ന്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിൽ നിന്ന് മറ്റു ചിലവർ ഒളിച്ചു വെച്ചിട്ടുള്ള ചില സീക്രറ്റ്സ് ഒക്കെ പുറത്ത് വരുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങളോട് പറയാതെ ഒളിച്ചു വെച്ചിട്ടുള്ള, നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുള്ളിടത്തൊക്കെ നിങ്ങളെ മുൻനിരയിലേക്ക് വിളിച്ച് നിർത്തേണ്ടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരിക, അല്ലെങ്കിൽ നിങ്ങളോട് ഒളിച്ച് മാറ്റി വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ തുറന്ന് പറയേണ്ടി വരുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ട്. ഓക്കെ. അതേപോലെ തന്നെ ട്രാവൽ എനർജി സ്ട്രോങ് ആണ്. കാരണം വേൾഡ് കാർഡ് ആൻഡ് 8 ഓഫ് ഫോൺസ് എനർജിയാണ്. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു വർഷം ഒത്തിരി യാത്രകളുണ്ട്. അത് കൊച്ചു കൊച്ചു യാത്രകളായിക്കൊള്ളട്ടെ, വലിയ യാത്രകൾ, ഫ്ലൈറ്റ് യാത്രകൾ, അല്ലെങ്കിൽ 1 ഡേ ട്രിപ്പ് ആവാം. അതായത് യാത്രകളെന്ന് പറയുമ്പോൾ ഫാമിലിയായിട്ട് ഒരുമിച്ച് പോയിട്ട് ആസ്വദിച്ച് അങ്ങനെയുള്ള യാത്രകളാവാം. ഫാമിലിയായിട്ട് ഒരുമിച്ച് വെക്കേഷൻ പോകുന്നത്, ഒറ്റയ്ക്കുള്ള യാത്ര എന്ന് നിങ്ങളായിട്ട് ഒറ്റയ്ക്കുള്ള യാത്രയാവാം, സോളോ ട്രിപ്പ്. അതുപോലെ തന്നെ ഫാമിലി ആയിട്ടല്ല, പക്ഷേ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് നിങ്ങൾ പോകുന്ന നിങ്ങളുടെ വേറൊരു ജീവിതം, ഫാമിലി അല്ലാണ്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള യാത്രകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവ്യമാകുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇവിടെ ചില സമയങ്ങളിലൊക്കെ ഇപ്പോൾ ഫാമിലിയുടെ ഭാഗത്തു നിന്നൊക്കെ നിങ്ങൾ ഒത്തിരി യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ജീവിതം ഇങ്ങനെ ആസ്വദിച്ചില്ല, ഇപ്പോഴാണ് നിങ്ങൾ ജീവിതം ആസ്വദിക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു പരിധി വരെ ഫാമിലിയിലൊക്കെ വലിയ സപ്പോർട്ടൊക്കെ ആണെങ്കിലും ഇടയ്ക്കൊക്കെ ചെറിയ മുറിമുറുപ്പൊക്കെ ഉണ്ടാകും. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ്, നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാം. നിങ്ങളുടെ ജീവിതം ആസ്വദിക്കാൻ അർഹതപ്പെട്ടവരാണ് എന്നുള്ളതും, ജീവിതത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്, അത് നിങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ 7 ഓഫ് ഫോൺസ് ആൻഡ് ഹാങ്ഡ് മാൻ എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഒരു റിക്കവറി ഫേസ് കൂടിയിട്ടാണ് ഈ ഒരു വർഷം. അതായത് ഹീലിംഗ് ആണ്. പൊതുവെ പറയുകയാണെങ്കിൽ ശാരീരികമായിട്ടുള്ള ഒരു ആരോഗ്യ സിറ്റുവേഷൻ അല്ല, മാനസികം. അതായത് നമ്മൾ പൊതുവേ ആരോഗ്യം പുറത്തു നോക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ മനസ്സിനൊരു സ്വസ്ഥതയില്ല, തൃപ്തിയില്ല, എപ്പോഴും ഒരു ഡിപ്രഷൻ, ആങ്സൈറ്റി, അല്ലെങ്കിൽ പ്രത്യേകിച്ച് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുക, ഒരു പുഞ്ചിരിയൊന്നുമില്ല ജീവിതത്തിൽ, ഒരു ഹാപ്പിനെസ് ഇല്ല. അപ്പോൾ ആ ഒരു പുഞ്ചിരി ജീവിതത്തിലേക്ക് തിരിച്ചു വരുള്ളൂ. വെൽബീയിങ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, മെൻ്റൽ ഇമോഷണൽ ഹെൽത്തിൽ സന്തോഷം വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചുറ്റുമുള്ളവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നു, കൂടെ നിൽക്കുന്നു, നിങ്ങൾക്ക് സുഹൃത്തുക്കൾ, നിങ്ങളെ മനസ്സിലാക്കുന്നവർ, ഫാമിലി ആണെങ്കിലും നിങ്ങളെന്താണെന്ന്, നിങ്ങളുടെ കഴിവ് എന്താണെന്ന് തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം നല്ല വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും സ്പോർട്സിലും ആർട്സിലും ഒക്കെ മികവ് തെളിയിക്കുന്ന ഒരു വർഷമായിരിക്കും. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പൊതുവെ സ്ത്രീകൾക്ക് വില കൽപ്പിക്കാത്ത, അങ്ങനെ ഒരു വലിയൊരു വിലയൊന്നും കൽപ്പിക്കാത്ത ഫാമിലിയിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ കഴിവുകൾ എന്താണെന്നും അവർ മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ പലരും സ്വന്തം കഴിവ് സ്വയം മനസ്സിലാക്കുന്ന സമയമാണ്. അപ്പോൾ സ്വയം മനസ്സിലാക്കുന്നു, നിങ്ങൾക്ക് തന്നെ അറിയില്ല നിങ്ങൾക്ക് ഇന്ന കഴിവുകളുണ്ടെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചെറുതായിട്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അത് ആരെങ്കിലും കാണുകയും അത് നല്ലതാണ്, അതെനിക്ക് ചെയ്തു തരുമോ എന്ന് ചോദിച്ച് അങ്ങനെ ചെറിയ രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുകയും അത് വലിയ രീതിയിൽ സക്സസ്ഫുൾ ആകുകയും ഒക്കെ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ അവസരങ്ങൾ വരുമ്പോൾ അത് ചെയ്ത് കൊടുക്കുക. പിന്നെ ചെറിയൊരു തുക വാങ്ങിച്ച് ആയിരിക്കണം അത് പിന്നീട് വലിയൊരു ലെവലിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ
അത് നിങ്ങൾ കൂടി ഏറ്റെടുത്താൽ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.